ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് കുറച്ച് ബീഫ് ഉണ്ടാക്കിയാലോ. 1 കിലോ ബീഫാണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ബേ ലീഫ്, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് മീറ്റ് മസാല, കുറച്ച് ഗരം മസാല, പിന്നെ നല്ല ഫ്രഷ് പെപ്പറും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും, ഒരു തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെക്കാം. മുളക് പൊടി ഇടാൻ ആക്ച്വലി മറന്നു പോയതാണ് കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. എന്തായാലും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുക്കർ താണ്ട ഒരു 6 ഫിസിലടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചിരുന്നത്. 6 ഫിസിലടിച്ച് അത് മാറ്റി വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ ബാലൻസ് വന്നിരുന്ന ഒരു 3 സവോള ഉണ്ടായിരുന്നു, കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു, കുറച്ച് പച്ചമുളക്, എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സവോള വരണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റിൻ്റെ ഒരു വെറൈറ്റി മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മീറ്റ് മസാല, അല്പം ഗരം മസാലയും കൂടെ ഇടണം കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ കുറച്ചും കൂടെ കുരുമുളക് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിം ആയിരിക്കണം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ മല്ലിപ്പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റി വെച്ചിരുന്ന ആ ഇറച്ചി കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം തന്നെ അത് ഓൾമോസ്റ്റ് ഒരു നല്ല ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിക്കാം. നല്ല തിളയ്ക്കുന്നുണ്ട്. ഒരു ചെറിയ എണ്ണയൊക്കെ വന്നപ്പോൾ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ചും കൂടെ നല്ലൊരു മണമൊക്കെ കിട്ടാനുണ്ട് കേട്ടോ. അപ്പം സാധനം നല്ല സെറ്റായി അടിപൊളിയായിട്ടുണ്ട്. കാണാൻ തന്നെ എന്താ രസം നോക്കിയേ. നല്ല അടിപൊളി ബീഫ് കറി പോലായിട്ടുണ്ട്. ഒരുപാട് ഇതില്ല, എന്നാലും നല്ല രസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കും കേട്ടോ.